അസ്സലാമലൈക്കും. അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീഡിയോ എടുക്കുന്നു. കുറേ കാലത്തിന് ശേഷം എന്നല്ല, ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ അതിനായിട്ട് ഇട്ടിട്ടില്ല. വയനാട് പോയ 3 ഡേ വീഡിയോ ഉണ്ട്, അതെനിക്ക് ഇടണം. കോഴിക്കോട് പോയ വീഡിയോ ഉണ്ട്. അങ്ങനെ കുറേ വീഡിയോസ് ഇടയ്ക്ക് ഇറക്കുന്നുണ്ട്. ഏപ്രിൽ 1 എടുത്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ ഇതുവരായിട്ടും ഇട്ടിട്ടില്ല. ഇപ്പോൾ വന്നിട്ട് ഏപ്രിൽ 20 സംതിങ് ആയി. ഇതുവരായിട്ടും ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ല. ഞാനൊട്ടും കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ വാവ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താണ്. കാരണം വെറൈറ്റി കളേഴ്സ് അപ്പം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുറേ എനിക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കുറേ വീഡിയോസ് വയനാട് പോയത് 3 ഡേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഫോൺ ഫുള്ളായി എന്ന നിലക്ക് ഇപ്പം അത് ഫുൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ബേപ്പൂർ എന്ന് പറയും, കോഴിക്കോടാണ്. ബേപ്പൂർ എന്ന് പറയും. നല്ല വ്യൂ ആണ്. ഭയങ്കര കാറ്റാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. എനിക്ക് ശളം നിൽക്കുന്നത് പോലുമില്ല. കാരണം എനിക്ക് ഈ ടോക്കിങ് ഇഷ്ടമാവില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനാണ്. ഞാൻ കാരണം അത്രോളം വീഡിയോയിൽ തന്നെ ടോക്കിങ് പറയാനായിട്ട് ഉദ്ദേശിക്കാം. അത് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരു ചിക്കു ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെയൊക്കെ തന്നെ കേസിനടുത്തുള്ളതിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വന്നിട്ട് ജങ്കാട് എന്ന് പറയും. ഞാനല്ല പറയാം. ഈ സംഭവത്തിൻ്റെ പേര് ജങ്കാട് എന്നാണ്. നമ്മൾ ബേപ്പൂരിക്ക് വന്നാൽ ബേപ്പൂരിൽ നിന്ന് നേരെ ചാലിയത്ത്, ബേപ്പൂർ ഈ അക്കര ഇക്കര വേറെ സ്ഥലങ്ങളാണ്. ബേപ്പൂരിൽ നിന്ന് നേരെ ചാലിയത്തേക്ക്. അപ്പം അതിന് ജങ്കാടിലാണ് പോകൽ. അപ്പോൾ ഞങ്ങൾ കാറ് ജങ്കാടിലേക്ക് ഞങ്ങൾ പോവുകയാണ് ചാലിയത്തേക്ക്. നല്ല രസമായിട്ടോ. പക്ഷെ ഒന്നും അറിയില്ല, വണ്ടി പോവില്ല. ബട്ട് പോണതും അറിയില്ല. ഇങ്ങനെ പോകും. നല്ല അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 6:30 വരെ ആയിരിക്കും ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും 6:30 വരെയുള്ള ടൈമിൽ എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് യു ക്യാൻ മസ്റ്റ് കം ആൻഡ് ഈ കാറൊക്കെ വെച്ചിട്ട് ഇതിലാണ്ടൊക്കെ പോവാം. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തൊക്കെ സംസാരിക്കാം. കാരണം എനിക്ക് തന്നെ എൻ്റെ ടോക്കിങ്ങിൽ എനിക്ക് തന്നെ എനിക്ക് കണ്ടില്ല. ഞാൻ എന്തൊക്കെ സംസാരിക്കുന്നത് എനിക്ക് തന്നെ ടോക്കിങ് ഇഷ്ടമാവില്ല. എൻ്റെ അവിടെ കുറേ ബേർഡ്സ് തന്നെ അടുത്താണ്. ഇത് നിങ്ങൾ തന്നെ കാണും. ജങ്കാറിൽ കയറി ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്ക് എത്തി. ഇവിടുന്ന് ഞങ്ങൾ ചാലിയത്ത് ബീച്ചിലേക്ക് നടക്കുകയാണ്. ഇത് വന്നിട്ട് ഒരു മുളൻ്റെ ഒരു സംഭവമാണ്. ഇത് വന്നിട്ട് മാങ്ങയും പൈനാപ്പിളാണ്. ഇതിൻ്റെ ടോക്കിങ് എനിക്ക് തന്നെ ഇഷ്ടമാവില്ല. കാരണം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ ഇഷ്ടമാവാറില്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആൻഡ് എനിക്ക് വോയിസ് ഓവർ ഇഷ്ടമാണ്. കുറേ ആൻഡ് പറയുന്നത് എനിക്ക് എന്താ അറിയില്ല. അപ്പം എന്നുള്ളത് മാറ്റിയിട്ട് ആൻഡ് ആക്കിയതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾ സീരിയസ് ആക്കണ്ട. ഇതിൻ്റെ പോയിന്റ് നിങ്ങൾ നോക്കാത്തുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് അറ്റത്തേക്ക് വരെ നടക്കണം കഴിച്ച് ഞങ്ങൾ ഇമ്മിപ്പി അവിടെ അവർക്ക് നടക്കാനാവില്ല പറഞ്ഞു ഞങ്ങളാണ് നടന്നത്. പിന്നെ അത് കുറേ കഴിഞ്ഞപ്പോൾ അത് അവിടെ പീക്കോക്ക് ഉണ്ടോ, ഡെയിലി അവിടെ പീക്കോക്ക് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ ഇതായിട്ട് തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മൈൻഡിലാണ് ഇതൊക്കെ. ഞാനിപ്പോൾ പറയുന്ന കേട്ടാൽ റീലിന് പറഞ്ഞാൽ മതി ഉണ്ടാവും. ഫുൾ വീഡിയോക്ക് ഇങ്ങനെയല്ല പറയേണ്ടതെന്ന് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിലും എന്തൊക്കെ പറയാൻ തോന്നുന്നത്. ഇത് വന്നിട്ട് മറ്റേ സ്പീഡ് ബോട്ടില്ല, അതിൽ കയറാനുള്ളതാണ്. ആൻഡ് എനിക്ക് ജലദോഷം പിടിച്ച് ഒക്കെ ഒരു വിധം തന്നെയാണ്. ജലദോഷം പിടിച്ച് ഇതായതുകൊണ്ട് തന്നെ ഇത് വീഡിയോ എടുക്കാനും ഈ ടോക്ക് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയാണ് ഈ സറൗണ്ടിങ്സ് ഞാൻ ഈ എടുക്കുന്നത് ഒറ്റക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര ശബ്ദം ഉണ്ടാവും. അത് നിങ്ങൾ സീനാക്കണ്ട. കുക്കറിൻ്റെ വിസിലൊക്കെ കേൾക്കാൻ എനിക്ക് നന്നായിട്ട് അറിയില്ല. ആൻഡ് ഉണ്ടോ ഇത് ഞങ്ങൾ കേട്ടോ. ഇതാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി ആ സണ്ണിൻ്റെ ആ ഒരു സംഭവം വന്നിട്ട് അതിനെ കാണിക്കുക. ഈ സണ്ണിൻ്റെ ഞാൻ അവിടെ കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തിന്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടാം. നിങ്ങൾ കാണി എങ്ങനെയുണ്ട്. ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും സെറ്റ് സ്ഥലമാണ്. സ്പീഡ് ബോട്ട് പോകണ പറയണ്ടല്ലോ. മുട്ടക്കാകെ പറഞ്ഞ് മുമ്പിൽ എൻ്റെ മുടി കെട്ടിയത് പിന്നെ പ്രശ്നമായോ എനിക്ക് ഇരുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും. പിന്നെ പറഞ്ഞ പോലെ മൊബൈൽ എടുക്കണ്ട. മൊബൈൽ വീണാൽ അതൊരിക്കലും നമ്മളുടെ
ഇത് നമ്മൾ ഇപ്പോൾ കോഴിക്കോടാണല്ലോ ഉള്ളത്. അപ്പം ഈ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങാൻ പോകുന്ന ഫ്ലൈറ്റാണ്. സെറ്റ് യൂട്ടോ. അപ്പം ഞാനതെടുത്താണ് ഒരു കറങ്ങി നേരെ ഇറങ്ങുകയാണ് ചെയ്യുക എയർപോർട്ടിൽ. ഞാൻ എന്തൊക്കെയൊക്കെ പറയണതിന് ഈ എന്തൊക്കെയൊക്കെ പറയേണ്ടത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി എനിക്കറിയാം. എന്നാലും ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഞങ്ങൾ മടങ്ങി പോവുകയാണ് ഇവിടുന്ന്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. രാത്രിയാണ് കേട്ടോ. നിങ്ങൾക്ക് വരാൻ പറ്റിയ ടൈം തന്നെ ഒരു വൈകുന്നേരം രാത്രിയാണ്. പക്ഷെ നിങ്ങൾക്ക് ജങ്കാട് കിട്ടൂല. 4 വൈകുന്നേരം രാത്രിക്ക് വന്നാൽ സെറ്റാണ്. കാരണം നല്ല കറ്റുകാരം, ഒരു വെയിലും ഉണ്ടാവില്ല, സെറ്റ് ചെയ്യണം. പിന്നെ ഇത് വന്നിട്ട് ഞങ്ങൾ മമത റെസ്റ്റോറൻറ്റ് എടവണ്ണപ്പാറ എന്ന് പറയും അവിടുത്തെ സ്ഥലത്തിൽ മമത റെസ്റ്റോറൻ്റാണ്. ആദ്യം കഴിച്ചത് സൂപ്പാണ് കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. സൂപ്പൊക്കെ ആയിരുന്നു. ഈ ചിക്കൻ കോണാന്ന് പറഞ്ഞത് രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ മെയിൻ ഡിഷസ് വന്ന് ഫ്രൈഡ് റൈസ്, പിന്നെ ബ്രോസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, ഫ്രഞ്ച് ഫ്രൈസ്. അതുമല്ലാതെ എന്തെയ്യുന്നു പറഞ്ഞത് പൊറാട്ട ഉണ്ടായിരുന്നു. പിന്നെ സാധാ സാലഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വിട്ടു പോവാണ്. വൈൻഡപ്പ് വീഡിയോ അല്ല, അപ്പോൾ ഞാനിതോടെ വൈൻഡപ്പ് ആക്കാണ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് സംസാരം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. കാരണം എനിക്ക് ഇത് സംസാരം ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയാണ് പറയുന്നത്. ആൻഡ് ബൈ, സബ്സ്ക്രൈബ്. ചേട്ടാ ഓലി ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റത്തെ ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു അല്ല അടിപൊളി ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഈ ഫോട്ടോസ് ഞാനാട്ടോ ഈ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ഈ ഫോട്ടോസിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. ആൻഡ് എങ്ങനെയുണ്ട് പറയാം. എൻ്റെയും കുറേ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണെന്ന്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഫോട്ടോ കാണാം.